ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺ 16ന്റെ ഒരു ബാറ്ററി ടെസ്റ്റ് ആണ്. ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടാൽ ഏകദേശം എത്ര ഒരു ബാറ്ററി ലൈഫ് കിട്ടുമെന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ചാർജിങ്ങിൻ്റെ കാര്യമാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം 20 വാട്ടിൻ്റെ ആപ്പിളിൻ്റെ ചാർജർ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആപ്പിൾ ഇപ്പോഴും 20 വാട്ടിൻ്റെ ചാർജർ തന്നെയാണ് റെക്കമെൻഡ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 20 വാട്ടിൻ്റെ ചാർജർ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ആപ്പിൾ പറഞ്ഞിരിക്കുന്നത് 30 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ആവും എന്നാണ്. എന്തായാലും നമുക്ക് ഒന്ന് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഇതിൽ ബാറ്ററി ഫുള്ള് തീർന്നിട്ടുണ്ട്, 0%ലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമയം നോക്കിയാൽ കാണാൻ പറ്റും 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 11 മണിക്കാണ് ചാർജർ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കൊണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13% വരെയൊക്കെ ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30% ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്, 56% ചാർജ് ആയിട്ടുണ്ട്. ഇപ്പം ആപ്പിൾ അവരുടെ പരസ്യത്തിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് 50% ചാർജ് ആവും എന്നാണ്. പക്ഷേ എൻ്റെ ഒരു കേസിൽ 56% ചാർജ് ആയിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട്. പിന്നെ ഈ ഒരു ടൈമിലൊക്കെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ചാർജ് ആവാറ്. അപ്പം ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40.8, 40.6 ഈ ഒരു ടെമ്പറേച്ചറൊക്കെയാണ് വരുന്നത്. മാക്സിമം ഫ്രണ്ടിൽ വരുന്നത് 40.8 ആണ്. ഇനി ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41 ഡിഗ്രി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 41.7 ഡിഗ്രി വരെ വരുന്നുണ്ട്. അപ്പം ഹീറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ 41.7 ഡിഗ്രി വരെ വരുന്നുണ്ട്. പിന്നെ നോർമലി ഫോൺ നമ്മൾ ചാർജിന് കുത്തി വെക്കുമ്പോൾ ഫാസ്റ്റായിട്ട് ചാർജ് ആകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഹീറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും 41.7 ഡിഗ്രി വരെ പോകുന്നുണ്ട്. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം 11:45 ആയിട്ടുണ്ട്. അപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എത്ര ശതമാനം ചാർജ് ആയെന്ന് ചോദിച്ചാൽ 75% ആയിട്ടുണ്ട്. അപ്പം 3/4 മണിക്കൂർ കൊണ്ട് 75% ആയിട്ടുണ്ട്. ഇപ്പം ഇതുവരെയൊക്കെയാണ് ഫാസ്റ്റായിട്ട് ചാർജ് ആവുക. ഇനി ചാർജിങ്ങിൻ്റെ സ്പീഡ് ഒന്ന് സ്ലോ ആവും. ഇത്രയും ടെമ്പറേച്ചർ വരുന്ന ഒരു ഇഷ്യൂവും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മണി ആയിട്ടുണ്ട്, 80% ചാർജ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജിങ് സ്ലോ ആയിട്ടുണ്ട്. എല്ലാ ഫോണുകളും അങ്ങനെയാണ്. ഇപ്പം ഒരു 70-80% കഴിഞ്ഞാൽ സ്ലോ ആയിട്ടായിരിക്കും ചാർജ് ആവുക. അപ്പം ബാറ്ററി ഹെൽത്തിനും അതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം 2:46 ആയിട്ടുണ്ട്. അപ്പം 100% ചാർജ് ആയിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഫുള്ള് ചാർജ് ആവാൻ ഏകദേശം 1.25 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ 1.25 മണിക്കൂർ കുത്തി ഇടണം എന്നല്ല. ഇപ്പം നോർമൽ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ഒക്കെ ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 80 to 90%. നമ്മൾ നോക്കുമ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു 75% മാർക്ക് എത്തുന്നുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഒരു 80% മാർക്കും എത്തുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് നേരം നമ്മൾ കുത്തിയിട്ടാലും മതി. അപ്പം ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഇനി നമുക്ക് എത്ര നേരം യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫോണിൽ 100% ചാർജ് ഉണ്ട്. ഇപ്പം ഏകദേശം ടൈം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫോൺ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂർ ഗെയിം കളിക്കും. അതുപോലെ തന്നെ അരമണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോളും ചെയ്യും. അപ്പം ഇതേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂർ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബാറ്ററി പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും 100% തന്നെയാണ് കിടക്കുന്നത്. ബാറ്ററി പെർസെൻറ്റേജ് കുറഞ്ഞതായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ ടൈമിലും ഇങ്ങനെയല്ല. അപ്പം ഈ ഒരു ഫോണിൽ പൊതുവേ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 100% ഒക്കെ നമ്മൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 ഒരു 80% വരെ ഒക്കെ എത്താൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാറ്ററി പെർസെൻറ്റേജ് കുറയുന്നത് കുറച്ചും കൂടി സ്പീഡിലൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ക്യാമറ വീഡിയോ റെക്കോർഡിങ്ങിൽ ഒന്ന് ഇട്ട് നോക്കാം. ഞാൻ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഓണാക്കുകയാണ്. ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ബാറ്ററി ചാർജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 94% ആയിട്ടുണ്ട്. അപ്പോൾ 100% നിന്ന് 94% ആയിട്ടുണ്ട്. അപ്പം 6% അരമണിക്കൂർ കൊണ്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഇത്രയും നേരം വീഡിയോ റെക്കോർഡ് ചെയ്തപ്പം ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് ഇതിൽ കാണിക്കുന്നത് 41.9 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം അരമണിക്കൂർ കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡിങ്ങിലായിരുന്നു. അപ്പം ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42.2 വരെ കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ AC കാര്യങ്ങളൊന്നുമില്ല, ഫാനും ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ലൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു കണ്ടീഷനാണ്.
എന്തായാലും ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഗെയിം കളിച്ച് നോക്കാം. ഗെയിം കളിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, അസ്ഫാൾട്ട് ഇതുപോലെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഗെയിംസ് ആണ്. എന്തായാലും അരമണിക്കൂർ ഗെയിം കളിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ അരമണിക്കൂറോളായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പം ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 86% ആയിട്ടുണ്ട്. അപ്പോൾ 94% ഉള്ളത് 86% ആയി. BGMIയും അതുപോലെ തന്നെ അസ്ഫാൾട്ടുമാണ് കളിച്ചിട്ടുള്ളത്. അപ്പം ഒരു 8% ബാറ്ററി ഡ്രോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫ്രണ്ടിൽ 38.7 കാണിക്കുന്നത്. ഇനി ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ 38.7 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അരമണിക്കൂറോളം കോൾ ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 82% ആണ് ഇപ്പം ആയിരിക്കുന്നത്. നേരത്തെ 86% ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം 82% ആയിട്ടുണ്ട്. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തപ്പം 4% ആണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പോലെ ഒന്നും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ അരമണിക്കൂറോളം വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ബാറ്ററി പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 78% ആയിട്ടുണ്ട്. 81% ആയിരുന്നു. അപ്പം 3% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഫസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് 100% ഉള്ളത് കുറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു 3% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് 4 ആയിട്ടുണ്ട്. 77% ആയിട്ടുണ്ട്. അപ്പോൾ 4% കുറഞ്ഞു എന്ന് പറയാവുന്നതാണ്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ നോർമൽ വീഡിയോ ആണ് റെക്കോർഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് സിനിമാറ്റിക് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഏകദേശം അരമണിക്കൂറോളം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 67% ആയിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം നമ്മൾ അരമണിക്കൂർ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പം അറൗണ്ട് 10% ബാറ്ററി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഹീറ്റിംഗ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഫ്രണ്ടിൽ 42.6 ഡിഗ്രി ഒക്കെ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43.2 ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ക്യാമറ ഹീറ്റായിട്ട് ഓഫ് ആയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂർ റെക്കോർഡ് ആയിട്ടുണ്ട്. എന്തായാലും ഒരു 43 ഡിഗ്രി വരെയൊക്കെയാണ് ഹീറ്റിംഗ് വരുന്നത് ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓണാക്കി റെക്കോർഡ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് ഗെയിം കളിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 57% ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ടൈമിൽ 9% ബാറ്ററി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് ആയതുകൊണ്ട് ടെമ്പറേച്ചറും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ച സമയത്ത് ഫ്രണ്ടിൽ മാക്സിമം 40.6 ഡിഗ്രിയാണ്. ഇനി ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40.6 ഡിഗ്രി ഒക്കെ തന്നെയാണ് ബാക്കിലും വരുന്നത്. അപ്പം ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അതാണ്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂറോളം കോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് 53%-ലാണ് കിടക്കുന്നത്. 57% ആയിരുന്നു. അപ്പം ഈ ഒരു പ്രാവശ്യം ഒരു 4% ബാറ്ററി കുറഞ്ഞിരിക്കുന്നത് കോളിങ്ങിൻ്റെ ടൈമിൽ. നേരത്തെ 4% തന്നെയായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ഫോൺ അധികം ഹീറ്റ് ആവുന്നുണ്ടോ വെച്ചാൽ അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ 36.8, 37.3 ഇതൊക്കെയാണ് മാക്സിമം വരുന്നത്. മാക്സിമം 37.4 വരുന്നത് ഫ്രണ്ടിൽ. അതേപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 37.7 ഡിഗ്രിയൊക്കെയാണ് മാക്സിമം വരുന്നത്. അപ്പം അത് വലിയൊരു ഹീറ്റിംഗ് ഒന്നുമല്ല കോൾ ചെയ്യുന്ന സമയത്ത്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൈക്കിൾ നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാം. എന്തായാലും ഫൈനൽ റിസൾട്ട് നമ്മളൊന്ന് പറയുന്നതായിരിക്കും. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് കിടക്കുന്നത് 1%-ലാണ്. അപ്പോൾ ഞാൻ ഇത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു റിസൾട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 8 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരുന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 8 മണിക്കൂറിൽ നമ്മൾ 2 മണിക്കൂർ വീഡിയോസ് കണ്ടിന്യൂസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലാണ് വീഡിയോസ് പ്ലേ ചെയ്തത്. അതുപോലെ തന്നെ 2 മണിക്കൂർ നമ്മൾ ക്യാമറയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ അറൗണ്ട് ഒരു 2 മണിക്കൂർ ഗെയിം കളിച്ചു. പിന്നെ ഒരു 2 മണിക്കൂറോളം നമ്മൾ കോളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ നോർമൽ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ഹെവി ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 8 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ടൈമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ സെയിം ടെസ്റ്റ് iPhone 15 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ 7.5 മണിക്കൂറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 16 വരുമ്പോൾ നമുക്ക് 8 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല iPhone 16 ഈ ഒരു 7.5 മണിക്കൂർ എന്ന് പറയുന്നത് 1 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫോൺ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് സ്റ്റാൻഡ് ബൈയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല, നമ്മൾ ഫുൾ ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം iPhone 15 കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പം ശരിക്കും നമുക്ക് 1-1.5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം 15 നമുക്ക് 6.5 മണിക്കൂർ കൂട്ടിയാൽ മതി. എന്തായാലും 1-1.5 മണിക്കൂർ എക്സ്ട്രാ കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പം ഇതല്ലാതെ ഞാൻ പേഴ്സണലി ഇപ്പം കുറച്ചായിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ രാവിലെ ഫോൺ ചാർജ് ചെയ്യാറുണ്ട്.
ഒരു 7 മണി 8 മണി നേരത്തൊക്കെ ഞാൻ ഫോൺ ചാർജ് ചെയ്യും. അപ്പം 80-90% ആണ് ചാർജ് വെക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് പലപ്പോഴും 30-40% വരെയൊക്കെ ചാർജ് ഉണ്ടാവും. അപ്പം ഞാൻ വലിയ ബിസി അല്ല എന്നുണ്ടെങ്കിൽ ഒരു 30% ചാർജ് ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും 40% മുകളിലൊക്കെ ചാർജ് ഉണ്ടായിരുന്നു. ചിലപ്പം 50% മുകളിലും പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് 10 ദിവസത്തെ കണക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം ലാസ്റ്റ് 10 ദിവസത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സ്ക്രീൻ ടൈം വരുന്നത് 6 മണിക്കൂർ 31 മിനിറ്റുമാണ്. അപ്പം ഒരു ദിവസം 6 മണിക്കൂർ 31 മിനിറ്റൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് യൂട്യൂബ് തന്നെയാണ്. പിന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, VN എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോളിങ്ങിന് ഇതിനൊക്കെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗെയിമിങ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പം ഈ ഒരു ദിവസങ്ങളിലുള്ള ചാർജിങ് പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഒരൊറ്റ ദിവസം തന്നെ. ഇപ്പം ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ദിവസം തന്നെ 2ാമത്തെ പ്രാവശ്യം ചാർജ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ലാസ്റ്റ് 10 ദിവസത്തിൽ 1-2 ദിവസം ഞാൻ ചാർജ് ചെയ്യാതെ യൂസ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം തിരക്കാവുമ്പോൾ ഇപ്പം ഫോണിൽ ഇപ്പം 50% മുകളിൽ അതുപോലെ തന്നെ 60% മുകളിലൊക്കെ ചാർജ് ഉണ്ടായപ്പോൾ ഞാൻ ചാർജ് ചെയ്യാതെയും പോയിട്ടുണ്ട്. അപ്പം 1-2 ദിവസം ഞാൻ ചാർജും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഹെവി യൂസറൊന്നുമല്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ദിവസം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ രാവിലെ ഞാൻ ഈ പറഞ്ഞ പോലെ 7 മണി 8 മണി നേരത്തൊക്കെ ചാർജ് ചെയ്ത് പോയാൽ രാത്രി വീട്ടിലെത്തുന്ന സമയം വരെയൊക്കെ നിങ്ങൾക്ക് ചാർജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ iPhone 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ iPhone 15 3349 mAh ബാറ്ററിയും ഇതിൽ 3561 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ വേറെയും ഫാക്ടേഴ്സ് അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് 3nm പ്രോസസ്സറാണ് ലഭിക്കുന്നത്, അതിൽ 4nm പ്രോസസ്സറാണ്. അപ്പം അതിൻ്റെയൊക്കെ ചേഞ്ചസ് വരും. എന്തായാലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പം 8 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചാർജിങ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ 1.25 മണിക്കൂർ ടോട്ടൽ എടുത്തിട്ടുണ്ട് ഫുള്ള് ചാർജ് ചെയ്യാൻ. പക്ഷെ ഞാൻ പൊതുവെ ഫുള്ള് ചാർജ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യില്ല. ഒരു 80-90% ചാർജ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറ് പൊതുവെ. ഇപ്പം നിങ്ങൾ ഒരു 45 മിനിറ്റ് തന്നെ ചാർജ് ചെയ്യുകയാണെങ്കിൽ 75% ചാർജ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മണിക്കൂർ ചാർജ് ചെയ്താൽ 80% വരെയൊക്കെ എത്തുന്നതായിരിക്കും. അപ്പം ഒരു 3/4 മണിക്കൂറിനുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തിന് ആവശ്യമുള്ള ചാർജും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ്. അത് ഭയങ്കര ഫാസ്റ്റ് ഒന്നുമല്ല, എന്നാലും ഓക്കെ എന്ന് പറയാം. ഇപ്പം 100% ആവാനും 1.25 മണിക്കൂർ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ലാസ്റ്റത്തെ ആ ടൈമിൽ ഒന്ന് സ്ലോ ആയിട്ടായിരിക്കും ചാർജ് ആവുക. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ വെച്ചാൽ 41.7 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോകുന്നുണ്ട്. അത് ഭയങ്കര ഓവറാണെന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗെയിമിങ്ങിലും ക്യാമറയിലൊക്കെ ഹീറ്റിംഗ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് കാര്യം കൂടി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയ ഓവറല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. 42 ഡിഗ്രി വരെയൊക്കെയാണ് വരുന്നത്. പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ക്യാമറ കുറേ നേരമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്കിലൊക്കെ തൊടുമ്പോൾ ചില സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂട് ഫീൽ ചെയ്യാറുണ്ട്. എന്തായാലും ബാറ്ററിയുടെ കാര്യത്തിൽ ഓവറോൾ നോക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ തന്നെ 15നേക്കാളും ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരു 7 മണിക്കൂർ 7.5 മണിക്കൂറൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പം 8 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു റിസൾട്ട് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പം 9:11 ഫോൺ സ്വിച്ച് ഓഫ് ആയത്. അപ്പം 8 മണിക്കൂറിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നോർമലി കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് യൂട്യൂബിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു 4-5% ബാറ്ററി കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് 100% ഇട്ടപ്പോഴുള്ള റിസൾട്ട്സ് നോക്കണ്ട, കാരണം ആ ഒരു ടൈമിൽ ബാറ്ററി പെർസെൻറ്റേജ് കുറച്ചേ കുറയുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. എന്തായാലും അത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള പാറ്റേൺ പറയുമ്പോൾ വീഡിയോ അരമണിക്കൂർ കണ്ടപ്പോൾ 4-5% കുറഞ്ഞിട്ടുണ്ട്. ക്യാമറ അരമണിക്കൂർ യൂസ് ചെയ്തപ്പോൾ ഒരു 10-12% ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ ഒരു 9%ഒക്കെയാണ് ഒരു ആവറേജ് ആയിട്ട് അരമണിക്കൂറിൽ കുറഞ്ഞിട്ടുള്ളത്. പിന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു 2-4% ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞിട്ടുള്ളത് അരമണിക്കൂർ കൊണ്ട്. ഇതാണ് iPhone 16 ബാറ്ററി ടെസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പം iPhone 16 ബാറ്ററി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.